കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ദമാമിലെ എയർപോർട്ട് യൂണിയൻസ് ഫോറം രംഗത്ത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീകാർപ്പറ്റിംഗ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ഫോറം കോർ കമ്മിറ്റി ആവശ്യപ്പെട്ടു. റീകാർപ്പറ്റിംഗിന്റെ ഭാഗമായി കോഴിക്കോട്ടേക്കുള്ള സെക്ടറുകളിൽ കുറവ് വന്ന സീറ്റുകൾ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ യാത്രക്കാർക്ക് സൌകര്യപ്രദമായ എയർബസ് A330 ഗണത്തിൽപ്പെട്ട വിമാനങ്ങൾ ഈ സെക്ടറിൽ കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് ദമാം കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം കോർ കമ്മിറ്റി അറിയിച്ചു. A330 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾക്ക് 204 ടൺ വഹിച്ച് നിലവിലെ കരിപ്പൂരിലെ സൌകര്യം ഉപയോഗപ്പെടുത്തി ലാൻഡിംഗ് സാധ്യമാക്കും. ഇതുവഴി എമിറേറ്റ്സ്, സൗദി എയർലൈൻസ് തുടങ്ങിയ വിമാന കമ്പനികൾക്ക് സർവീസ് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതിലൂടെ മലബാർ മേഖലയിൽ നിന്നുള്ളവരുടെ യാത്രാ ദുരിതത്തിന് 90% പരിഹാരം കാണാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി. റീകാർപ്പറ്റിംഗ് കഴിയുന്നതുവരെ ഈ സംവിധാനം അനിവാര്യമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. എയർപോർട്ട് ഡയറക്ടർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റു ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം നടത്തിവരുന്ന പരിശ്രമങ്ങൾ ഊർജിതമാക്കുവാനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രതിനിധികളെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഫോറം രൂപീകൃതമായതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. അനന്തമായി നീളുന്ന പ്രവർത്തനങ്ങൾ യാത്രക്കാർക്ക് ക്ലേശം കൂടാതെ നടത്തുവാനും 2015 മെയ് മാസത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് റീകാർപ്പറ്റിംഗ് വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സത്വരമായ പരിഹാരം ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. ചെയർമാൻ അഹമ്മദ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് നജാത്തി സ്വാഗതം ആശംസിച്ചു. TPM ഫസൽ, C അബ്ദുൽ ഹമീദ് എന്നിവർ നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സ്ഥിതി വിശദീകരിച്ചു. അബ്ദുൽ മജീദ് കൊടുവള്ളി, റഷീദ് ഉമ്മർ, നജീബ് അറഞ്ഞിക്കൽ, ഫിറോസ് കോഴിക്കോട്, ജമാൽ വില്യാപ്പള്ളി, ആലിക്കുട്ടി ഒളവട്ടൂർ, ജാഫർ കൊണ്ടോട്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സൈനുൽ ആബിദീൻ നന്ദി പ്രകാശിപ്പിച്ചു. PTE അലവി, ജീവൻ ന്യൂസ്, ദമാം.